ആരായിരിക്കും? ആയിരിക്കും. ആയിരിക്കും. ലെറ്റ്സ് വെൽക്കം ദേവിക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ആരായത്? എന്നാലും ആ നോട്ടവും ഇതൊന്നും ഒരു മാറ്റവും ഒരു ഇല്ല. വ്യത്യാസമില്ല. ലൈറ്റൊക്കെ നോക്കി ചെക്ക് ഹായ് ചെയ്തു. ചേട്ടാ, വാ. ഇതാരാ ഇത്? പേരെന്താ ചേട്ടാ? മുഹമ്മദ് കാക്ക. മുഹമ്മദ് കാക്ക. മുഹമ്മദ് കാക്ക. മുഹമ്മദ് കാക്ക എവിടുന്നാ വരണേ? കോഴിക്കോട് കോഴിക്കോടിന്ന്. ഓക്കെ. ഓ, എങ്ങനെ വന്നു ഇവിടെ? എങ്ങനെ എത്തി ഇവിടെ? നടന്നു വന്ന് കോഴിക്കോട് നീറി നടന്നു വന്നു. ആ, അമ്പോ, ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. മുഹമ്മദ് കാക്ക എന്തിനാ വന്നേ ഇവിടെ? പാടാൻ. ഏത് പാട്ട്? കണ്ടം വെച്ചൊരു കോട്ടാണ്. അതാണോ ഈ കോട്ട്? ആ, ഡീറ്റെയിൽസോ മുഹമ്മദ് കാക്കയ്ക്ക് അറിയോ? ഫിലിം കണ്ടം വെച്ച കോട്ട്. പാടിയത് MS ബാബുരാജ് സാർ ആൻഡ് മെഹബൂബ് സാർ. ലിറിക്സ് P ഭാസ്കരൻ സാർ. മ്യൂസിക് ഡയറക്ടർ MS ബാബുരാജ് സാർ. വെരി ഗുഡ്. വർഷം 1961. ഓ, നൈസ്. കൃത്യം. മുഹമ്മദ് കാക്ക എല്ലാം കൃത്യമാണ് കേട്ടോ. താങ്ക് യു. ഈ പ്രായത്തില് ഓർമ്മശക്തി കൃത്യം. അതെ. മുഹമ്മദ് കാക്ക ആള് നിസ്സാരക്കാരനല്ല കേട്ടാ. മുഹമ്മദ് കാക്ക ബിരിയാണി കഴിച്ചോ? ഇല്ല എന്താ കഴിച്ചത്? പാല് കുടിച്ചോ? ഇല്ല. രാവിലെ പാലും കുടിച്ചില്ല. ഒന്നും കഴിച്ചില്ലേ? പാട്ട് പാടിയിട്ട് വേണം മമ്മദാക്കി ഇതൊക്കെ വെള്ളം ചെയ്യാൻ. പോയി കഴിക്കാൻ. മുഹമ്മദ് കാക്ക ഒന്നും കഴിച്ചില്ലേ? ഇഡ്ഡലി. ഇഡ്ഡലി. ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി കഴിച്ചാ പവർ കിട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കെന്നാ പാട്ട് പാട്ട് കേൾക്കാം അല്ലേ പാടാം. മുഹമ്മദ് കാക്ക? ശരി മുഹമ്മദ് കാക്ക, ഓൾ ദി ബെസ്റ്റ്. എന്തോ പറയാനും പോയി. താങ്ക് യു. ആ ശരി. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മുഹമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്.
ആഹാ ആഹാ സൂപ്പർ കാലക്കി നമ്മുടെ ദ്യുതിക്കുട്ടി കാലക്കി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മുഹമ്മദ് കാക്ക ഒരൊറ്റ പാട്ടായിരുന്നു. ഒരൊറ്റ പാട്ട്. ഇയാള് തന്നെയാണോ പാട്ട് പാടിയെന്ന് സംശയം? അതാണ്. അല്ലേ? ഒന്നും മിണ്ടൂല്ല. മുഹമ്മദ് കാക്ക എങ്ങനെ നടന്നത്? ബാക്കിലോട്ട് നടന്നില്ലേ? പിന്നെ ഫ്രണ്ടിലോട്ടും. അതെങ്ങനെ നോക്ക് ഒന്ന് കാണിച്ചു തരാ. സൂപ്പർ സൂപ്പർ. അത് മുഹമ്മദ് കാക്കയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ ക്യാരക്ടർ ഉണ്ട്. മൂശേട്ടെ, മൂട്ട, എന്തൊക്കെയായിരുന്നു മൊത്തം പ്രശ്നങ്ങളാ. അതെ. കണ്ടം വെച്ചൊരു ഗോട്ട്. അതുമായിട്ട് ഇവിടെ വന്ന ആളാണ് നമ്മുടെ മുഹമ്മദ് ക അല്ലേ? ലിറിക്സ് എങ്ങനെ കാണാൻ പഠിച്ചു? അത് വേഗം പഠിച്ച് അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. ഈ കുഞ്ഞിന് ഇത്രയും ലിറിക്സ് ബൈ ഹാർട്ടായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ് കേട്ടോ. അതെ അതെ. അത് മാത്രമല്ല, റബ്ബിന്റെ കൽപ്പനയായിരിക്കും ഇങ്ങനെയൊക്കെ പാടണം എന്നുള്ളത്. അത് ഈ പാട്ട് എവിടെ കയറിപ്പോയി? എന്റെ കൽബിനകത്ത് കയറിപ്പോയി. എന്താ കൽബെന്ന് പറഞ്ഞ? കൽബെന്ന് പാടിയില്ലേ? കൽബെന്ന് പറഞ്ഞ ഹാർട്ട് ഉള്ളിൽ കയറിപ്പോയി എന്നാണ്. മനസ്സിൽ. അച്ഛനോടും അമ്മയോടും പറയാനുള്ളത് ഇങ്ങനെ പാടുന്നത് ഈസി അല്ല എന്നുള്ളത്. ശരിക്കും ടഫാണ് ഇത് പാടാൻ. കാരണം ഈ വരികളൊക്കെ കൃത്യമായിട്ട് ഓർക്കണം. അത് ഇങ്ങനെ കോർത്ത് പോകുന്ന പോലെ പാടണം. ആ ടെമ്പോയില് പാടണം. അതേസമയം അതിന്റെ എസൻസ് ഉണ്ടാവണം. അപ്പൊ വെറും ഒരു ഫൺ സോങ് അല്ല ഇത്. അതിന്റെ രസമുണ്ട്. അതിന്റെ ഒരു സംഗീതാത്മകതയുണ്ട് അല്ലേ? ബാബുക്കയും മെഹബൂബ് സാറും കൂടെ പാടിയ പാട്ടാണ്. അപ്പൊ ഗംഭീരാണ് കേട്ടാ. അപ്പൊ വൈദ്യുതി കുട്ടി, എനിക്കിന്ന് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു. സൂപ്പർ സൂപ്പർ. ഇങ്ങനെ അധികം സംസാരിക്കാത്ത ദ്യുതിക്കുട്ടി ഇങ്ങനെ പാടുമ്പോൾ അത്ഭുതമാണ് ശരിക്കും. മാത്രമല്ല ഇപ്പൊ പറഞ്ഞ പോലെ ലിറിക്സ് മുഴുവൻ ഇത്രയും ചരണമുണ്ട്, അത് മുഴുവൻ കാണാതെ പഠിച്ച് ഇത്ര മിടുക്കിയായിട്ട് പാടി. പിന്നെ മാത്രമല്ല വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ ഹെഡ് വോയിസിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് ഈ പ്രായത്തില്. കുഞ്ഞു പ്രായത്തിൽ ഹൈ പിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഹെഡ് വോയിസിലേക്ക് പോയി ആ ചരണത്തിന് എൻഡ് വരുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് വരികയാണ്. അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊള്ളാട്ടാ. ഈ പ്രായത്തിൽ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തത്? അറിയാതെയാണെങ്കിലും അല്ലേ? മിടുക്കി. ആ ഇതൊക്കെയാണ് ഭാവിയിൽ റെക്കോർഡിങ്ങിനൊക്കെ ആവശ്യം. പ്രോഗ്രാമുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വോയിസ് നമ്മൾ സ്വിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് വേണ്ട ക്വാളിറ്റീസ്. മെയിനായിട്ട് എല്ലാ ക്വാളിറ്റീസും ഉണ്ട് ഇപ്പൊ ദ്യുതിക്കുട്ടിക്ക്. ഫീലുണ്ട്, ശ്രുതിയുണ്ട്, താളമുണ്ട്, എല്ലാം ഉണ്ട്. മിടുക്കി. പിന്നെ ആ സ്റ്റെപ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ആരാ പറഞ്ഞു തന്നത്? ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. ലിറിക്സ് പഠിക്കാനായിട്ട് അച്ഛനും അമ്മയും സഹായിച്ചില്ലേ? എല്ലാം ഒന്നിനും സഹായിച്ചില്ല. ഇത് സത്യാണോ? സത്യ തന്നെ പഠിച്ചത്. ശരിക്കും ടഫാണ് ഇത് പാടാൻ. കാരണം ഈ സൂപ്പർ നേരെ തിരിച്ചു പറഞ്ഞേ. മാർക്ക് തന്നാൽ കോട്ട് തരാം. അതേപോലെ തിരിച്ചുപോയി. അപ്പൊ മാർക്ക് തരട്ടെ? ആ കോട്ടിനുള്ള മാർക്ക് അങ്ങോട്ട് പിടിക്കുക മുഹമ്മദ് കാക്ക. 100 out of 100. കൺഗ്രാറ്റ്സ് രുചിക്കുട്ടാ. പോക്കറ്റ് ഉണ്ടല്ലോ, നോക്കിയെടുക്ക ഇങ്ങനെ പെറുക്കി. ചളങ്ങാത്തതൊക്കെ എടുത്ത് കളയണു, വേണ്ടാത്തത്. 10 വരെ എണ്ണേ. 1 2 3 4 5 10 വരെയാണ്. 6 7 8 9 10. അപ്പൊ അടിപൊളിയായിട്ട് കുട്ടി ഹാപ്പി അല്ലേ? ഹാപ്പി. എന്നാ പോയാലോ? എന്ത് വേണം? എന്തോ പറയാൻ പോയി. എന്താ പറ. വില്ലി വൈറ്റ് വേണോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, കൊടുക്കാം. അതെ. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? മുഹമ്മദ് കാക്ക. ഇന്ന് മുഹമ്മദ് കാക്കയ്ക്ക് ആരാ വില്ലി വൈറ്റ് തരേണ്ടത്? MJ അങ്കിൾ. എന്താ പറഞ്ഞോണ്ടിരിക്കണപ്പോ? അമ്മയടുത്ത് എന്തോ പറഞ്ഞോണ്ടിരിക്കണല്ലോ. എന്താ
അത് എനിക്കൊരു ഐഫോൺ വാങ്ങിത്തരാൻ. അതായിരുന്നു അതാണോ? രഹസ്യം. എത്ര വയസ്സുണ്ട് ദീദിക്കുട്ടിക്ക്? 8. 8 വയസ്സിലെ ആഗ്രഹം അത് ഒരു ഐഫോൺ. എത്ര നല്ല ആഗ്രഹം. 100 വാങ്ങിച്ച ഐഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവള് പറഞ്ഞിട്ടുണ്ട്, അമ്മ വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട്. കൊടുക്കോ? ഇല്ല, ആദ്യമായിട്ടാ പറയുന്നത്. സർപ്രൈസ് ആയി പോയി കേട്ടിട്ട് മനസ്സിലായി. ഐഫോൺ വാങ്ങിച്ചു കൊടുക്കോ? അതാണ് ചോദ്യം. അത് ഫ്ലോറിൽ വെച്ചിട്ട് ഐഡിയ പരമായിട്ട് ചോദിച്ചത്. എന്നാ ഞാൻ ആന്ന് അറിയല്ലോ. വാങ്ങിച്ചു കൊടുക്കോ ഇല്ലയോ? കുറച്ചും കൂടെ പാടി തെളിഞ്ഞിട്ട് വാങ്ങിക്കാം. ഓക്കെ. ഐഫോൺ എന്തിനാ? അതെ അതെ, എന്തിനാ? വെറുതെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിട്ട്. കളിക്കാനാണല്ലേ? ഐഫോൺ മേടിച്ച് കളിക്കാനോ? കളിക്കാൻ. സാധാരണ ഫോണിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? എനിക്കൊരു പഴയ ഫോൺ ഉണ്ട്, അത് പൊട്ടി. അപ്പൊ പുതിയ ഐഫോൺ അതുകൊണ്ട് വേണം. പുതിയ അല്ലേ? iPhone. സിമ്മൊന്നുമില്ല, പഴയ ഫോണാ. ആണോ? അച്ഛന്റെ അമ്മയുടെ സിമ്മൊക്കെ ഫോണില്ലേ വേണം. കളിക്കാൻ? ഇല്ല, തരൂല. തരില്ലേ? എന്തൊരു കഷ്ടാണ്. ഫോൺ അതെ, അതെ, പൊട്ടിപ്പോയി, അതിനകത്ത് സിം ഇല്ല, അച്ഛന്റെ അമ്മയുടെ ഫോൺ കളിക്കാൻ തരൂല. ഈ 8 വയസ്സിലെ ദുഃഖങ്ങൾ. സങ്കടം. എന്തോരം ദുഃഖങ്ങള്. അതെ. സാരമില്ല കേട്ടോ, ഇത്ര വിഷമം പിടിച്ചു നമുക്കൊരു ഐഫോൺ ജീവിതം ഇത്. ഓക്കെ. പോട്ടെ, ഇപ്പൊ തൽക്കാലം പല്ല് വെക്കാം നമുക്ക്. തൽക്കാലം പല്ല് കാണാം കേട്ടോ. ദ്വിതിക്കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ശരി മുഹമ്മദ് കാക്ക, ബൈ ബൈ. ടാറ്റാ, Bye, ഗുഡ് good നൈറ്റ്, night. ശുഭരാത്രി.